ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരെയും കുറേ കാലം വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് പറയുന്നത് എനിക്ക് സമയം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാഞ്ഞത്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ റിസൾട്ട് പറയുന്നത് വിത്തിൻ 1 or 2 days കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷെ എന്നാലും എന്നെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ടെൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഞാൻ ഇതിൻ്റെ ഷോർട്സ് റിവ്യൂക്കകത്ത് കണ്ടു. അതായത് ഇങ്ങനെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന പ്രൊഡക്ട്സിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഇൻറ്റൻസ്ലി ഞാനത് ആ ഒരു കമൻറ്റ് വെച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 2 month ഗ്യാപ്പ് ഇട്ടത്. കാരണം എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നോട്ടെ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് പറഞ്ഞിട്ട് റിവ്യൂ ഇടാലോ. അങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല, എങ്ങനെയായാലും എനിക്ക് റിവ്യൂ ഇട്ടാൽ മതി. ഞാൻ എന്ത് പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പോസിറ്റീവ് റിവ്യൂ മാത്രമേ ഞാൻ പറയുള്ളൂ, അങ്ങനെ ഒന്നും എനിക്കില്ല കേട്ടോ. ഇഫ് ഇറ്റ്സ് എഫക്റ്റിംഗ് മീ ഓൺ ബാഡ്ലി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബാഡ് ആയിട്ടുള്ള റിവ്യൂ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോണ പ്രൊഡക്റ്റ് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ്, റീൽസ് എല്ലാം ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ലിപ്പ് വൈറ്റനിങ് ക്രീമാണ്, ലോട്യൂബ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ വൈറ്റനിങ് ക്രീം, ലിപ്പ് വൈറ്റനിങ് ക്രീം, അവിടെ വെളുക്കാനുള്ള ക്രീം, ഇവിടെ വെളുക്കാനുള്ള ക്രീം അതൊന്നും ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഞാനൊരു മീഷോ അഡിക്റ്റാണ്, ഫ്ലിപ്കാർട്ട് അഡിക്റ്റാണ്, ആമസോൺ അഡിക്റ്റാണ്, ഷോപ്പിംഗ് അഡിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ അടുത്താണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കണ്ണിൽ പെടുന്നത്. ബേസിക്കലി നമ്മൾ കുറേ മുന്നേ ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫുൾ ബോഡി വൈറ്റനിങ് സൺസ്ക്രീൻ. അതായത് അതൊരു സൺസ്ക്രീൻ ആണ്, അതിൻ്റെ കൂടെ തന്നെ ഫുൾ ബോഡി ഒരു ലൈറ്റനിങ് എഫക്റ്റ് കൂടി കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് നമ്മളിപ്പോൾ ബാക്ക് ടു 3 years എന്തോ ആയി. അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്കിത് തോന്നി. അതായത് അതുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള പോലെ ഭയങ്കര വൈറലാണ്. അതായത് ലിപ്പ് ഈ ഒരു പിക്കിലേക്ക് മാറ്റാനുള്ള ഒരു എഫക്റ്റുള്ള ഒരു ക്രീമാണെന്നാണ് അതിൻ്റെ പോസ്റ്റർ, അതായത് പ്രൊഡക്റ്റിൻ്റെ സാമ്പിളിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇത് എങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. കാരണം ഓൾറെഡി എൻ്റെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അതായത് ഈ കുറേ അനാവശ്യ ലിപ് ബാംസ്, അനാവശ്യ പ്രൊഡക്ട്സ് എല്ലാം വാരി തേച്ചിട്ട് നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും മേടിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രൈസ് ഒന്നുമില്ല, നമുക്ക് മേടിക്കാൻ പറ്റുന്ന അഫോർഡ് ആയിട്ടുള്ള റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. മേടിച്ച് ട്രൈ ചെയ്ത് എനിക്ക് ഇത് പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു ഈവനിങ് ആയിരുന്നു. ആ ഈവനിങ് തന്നെ ഞാൻ അൺബോക്സിങ് ചെയ്ത് നൈറ്റ് തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. അതായത് ഓവർ നൈറ്റാണ്. എനിക്കെന്തോ പേടി ഡേ ടൈം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓവർ നൈറ്റ് ഇത് യൂസ് ചെയ്ത് തുടങ്ങി. ആക്ച്വലി ഐ വാസ് ഷോക്ക്ഡ്. അപ്പോഴല്ല, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് ഇറ്റ്സ് ഒരു പിങ്ക് ടിൻ്റ് ഉണ്ട് ഇതിന്. അതായത് ഒരു പിങ്കിഷ് ടിൻ്റ് ഉണ്ട്. നോർമലി നമ്മുടെ ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിങ്ക് ലിപ്സ് പോലെയൊക്കെ വരില്ലേ, ഒരു ടിൻ്റ് ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ആണ് അല്ലേ, നാച്ചുറൽ ആണ്. ഏത് ലിപ് ബാംസിനും ഇപ്പം അങ്ങനെയാണ്, ടിൻ്റഡ് ഉണ്ട്. അപ്പം ബേസിക്കലി ഞാനത് നോട്ട് ചെയ്തില്ല. ഞാനത് അപ്ലൈ ചെയ്ത് പിറ്റേന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീറ്റപ്പം ഐ വാസ് ഷോക്ക്ഡ് ഗൈസ്. ബിക്കോസ് എൻ്റെ സുണ്ടുണ്ട് അതായത് കുറച്ച് ലൈറ്റൻ ആയേക്കണം. അതായത് എന്തെങ്കിലും ഒരു നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യില്ലേ, അതായത് ലിപ്പ് ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ഹൈ കോസ്റ്റ് 12,000 20,000 ഒക്കെ വെച്ചിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിലൊരു ലൈറ്റൻ വരുമല്ലോ, അതായത് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ടൊരു ലിപ്പ് വരുമല്ലോ, ആ കളറായേക്കണു എൻ്റെ ലിപ്പ്. അപ്പം ഐ വാസ് ജസ്റ്റ് ഷോക്ക്ഡ്. ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സിസ്റ്റൻസ് പോലും അതിലില്ല, ഒരു ഇച്ചിരി പോലും എൻ്റെ ലിപ്പിൽ കിടക്കണമില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ആ പോസ്റ്റർ കണ്ട പോലെ തന്നെയാണ് സംഭവം. വൈറലാണ്, ഓക്കെ, വൈറലാവാനും മാത്രമുള്ള വകയുണ്ട്. അങ്ങനെ ഞാൻ അത് കണ്ടപ്പം പിന്നെ ഇത് അപ്ലൈ ചെയ്തു. ഡേ ടൈം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഡേ ടൈം പിന്നെ അപ്ലൈ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ്ലി 1 week അപ്ലൈ ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഐ വാസ് ഷോക്ക്ഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഗൈസ്. കാരണം അത്രയും ചേഞ്ചസ് ആണ്. ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ ആണ് ഇത് മെയിനായിട്ട് കുറയ്ക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടേത് ഈ ഫേസ് ഒരു കളർ, ലിപ്പ് വേറൊരു കളർ. അതായത്
അത് നമ്മുടെ ഫേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപ്പ് ഓൾമോസ്റ്റ് അത്രയും ഡാർക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ബേസിക്കലി മേ ബി ഡ്യൂ ടു നമ്മൾ വെയിൽ കൊണ്ടിട്ടായിരിക്കാം, എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടായിരിക്കും, കഫയും കൂടുതൽ ഉപയോഗിച്ച് കറ വന്നിട്ടായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത് എത്ര റിമൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് കാരണം പിന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ഇത് അപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുന്നത് വഴി ഈ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് വഴി വരുന്ന ടാനും ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷനും എല്ലാം കുറച്ചിട്ട് ലിപ്പൊന്ന് പിഗ്മെന്റേഷൻ എല്ലാം ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ലൈറ്റൻ ആക്കാണ് ചെയ്യുന്നത്. അതായത് ലിപ്പിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ലിപ്സ് ടു റെഡ് ലിപ്സ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതായത് നോർമൽ ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡെയിലി ലിപ്പ് ഹൈഡ്രേറ്റഡ് ആവാണ്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ് ബാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമലി നിങ്ങൾ നൈറ്റ് എപ്പോഴാണോ നൈറ്റ് സ്കിൻ കെയറിൽ അതിലിത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഡെയിലി ഇത് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ലിപ് ബാം, ഇറ്റ്സ് എ ലിപ് വൈറ്റനിങ് ക്രീമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ബേസിക് നൈറ്റ് സ്കിൻ കെയറിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. കാരണം ഇത് ഒരു നൈറ്റ് അപ്ലൈ ചെയ്താൽ തന്നെ ഇതിൻ്റെ ആ ഒരു ലൈറ്റൻ എഫക്റ്റ് 3 days എങ്കിലും നമ്മുടെ ലിപ്പിൽ ഉണ്ടാവും. ഓക്കെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. ഇന്ന് നൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 days നമ്മുടെ ലിപ്പ് ഭയങ്കര ലൈറ്റനായിട്ട് കിടക്കും അതിൻ്റെ ഒരു എഫക്റ്റിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്ലൈ ആക്കിയാലും മതി. അങ്ങനത്തെ ഒരു ക്രീമാണ്. ഇറ്റ്സ് എ വൈറൽ പ്രൊഡക്റ്റ്. ആ ഒരു മീഷോയിൽ കണ്ട പോസ്റ്റർ പോലെ തന്നെ ഇറ്റ്സ് എ വൈറൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള ലിപ് ബാംസ് അല്ലെങ്കിൽ കുറെ ലിപ് ലൈനിങ് പ്രോഡക്ട്സ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലില്ല. അതുപോലെയല്ല, ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ലിപ്പിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ബേസിക്കലി ഞാനിത് റെക്കമെൻഡ് ചെയ്യാം എന്തെങ്കിലും വെയിലൊക്കെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് കാരണം ഡാർക്ക് ലിപ്സ് ആയിപ്പോയ ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ ഇത് പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് റിസൾട്ട് കിട്ടും. അതായത് ഓൾറെഡി അവരുടെ ലിപ്പ് ലൈറ്റൻ ആണ്, പക്ഷേ വെയിൽ കൊണ്ടിട്ടും ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് കാരണമൊക്കെ ലിപ്പ് ഡാർക്കൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാസ്റ്റസ്റ്റ് റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ചില ആൾക്കാരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ് ഉണ്ടാവും ജനറ്റിക്കലി. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 to 4 days എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഇറ്റ് വിൽ ബി ഗിവ് യു എ ഫാസ്റ്റസ്റ്റ് റിസൾട്ട് വിത്തിൻ 3 to 4 days. അത് ഉറപ്പാണ് കേട്ടോ. ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഷോർട്സ് റീൽസ് ഓൾറെഡി അപ്ലോഡ് ആക്കിയതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കമൻറ്റ് പറയുമ്പം അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഇതിൻ്റെ റിവ്യൂ ഇത്രയും വൈകാൻ കാരണം തന്നെ അതുകൊണ്ടാണ് കേട്ടോ. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇത്ര റിസൾട്ട് തരുമ്പോൾ, അതായത് നമ്മൾ ഇത്രയും കാലം ഞാൻ ബേസിക്കലി ഇത്രയും കാലം ആയിട്ട് ഇങ്ങനെ ഒരു ലിപ് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അതായത് 1 നൈറ്റിൽ തന്നെ ഇത്ര ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരുന്ന ക്രീം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുമില്ല. ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു റിസൾട്ട് തരുമ്പം ആർക്കായാലും പേടിയുണ്ടാവും എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ റിവ്യൂ ഇത്ര ഗ്യാപ്പ് വന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ എനിവേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആഫ്റ്റർ യൂസിങ് ഓഫ് 2 months ആണ്. 2 മാസമായിട്ടുണ്ടാവും ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. ലൈക്ക് ഇത് യൂസേജ് നിർത്തുമ്പം ലിപ്പ് പഴയതിനേക്കാളും ചില വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പഴയ അതിനേക്കാളും ഡാർക്കായി പോവാറൊക്കെ ഇല്ലേ, ആ ഒരു പ്രശ്നം ഉണ്ട്. ഓക്കെ, ചില വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ 2 ദിവസം ഇടാൻ പറ്റില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മൾ പഴയതിനേക്കാളും ഡാർക്കായി പോകുന്ന ഒരവസ്ഥയില്ലേ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പം. ആ ഒരു പ്രശ്നം ഇതിലില്ല കേട്ടോ. അത് ഞാൻ ചെക്കൗട്ട് ചെയ്ത കാര്യമാണ്. നിങ്ങൾ ഇനിയിപ്പം അതായത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് ഇല്ലേ, അത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വെയിൽ പോലെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക, കെമിക്കൽസ് മീൻസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കഫൈൻ പോലെയുള്ള മീൻസ് കറയുള്ള സംഭവങ്ങൾ ഡ്രിങ്ക് വഴി അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാണ്ട് വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് പോവുകയില്ലേ നിങ്ങളുടെ ലിപ്പിൽ നിന്ന്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഓക്കെ, അങ്ങനെ സൈഡ് എഫക്ട്സും പറയാനും മാത്രമല്ല ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു ഓവറോൾ പാക്കേജിങ് പറയുന്നത് ഇതാണ് കേട്ടോ. ആൻഡ് നമുക്ക് പറയുന്നത് എനിക്ക് ഇത് പറഞ്ഞുതരാം. ഞാനിത് 2 months യൂസ് ചെയ്തിട്ടും എനിക്ക് ഇത്രയും ബാലൻസ് കിട്ടിയിട്ട്. അതായത് ഇത് മാസ്ക് അല്ല ആക്ച്വലി, ഇറ്റ്സ് എ ലിപ് ബാം. ഒരു കുറച്ചെടുക്കുക, എന്നിട്ട്
കണ്ടോ? ഓ, ഇതിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇത്. ഓക്കെ, ഇത്രയും, അതായത് 2 മന്ത് ഞാൻ യൂസ് ചെയ്തിട്ടും ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് പ്രത്യേകം രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അങ്ങ് ലിപ്പിൽ അപ്ലൈ ചെയ്യരുത്. ബിഫോർ യു അപ്ലൈങ് ദിസ് ക്രീം, മേക്ക് ഷുവർ ദാറ്റ് യുവർ ലിപ്സ് ആർ ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ജസ്റ്റ് ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ അപ്ലൈ ദിസ് ക്രീം ഓൺ യുവർ ലിപ്പ് അറ്റ് ഓൺ നൈറ്റ് സ്കിൻ കെയർ. ഇറ്റ്സ് വിൽ ബി ബെറ്റർ. അതായിരിക്കും ബെറ്റർ ഗൈസ്. ഡേ ടൈം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, അപ്പം നൈറ്റ് സ്കിൻ കെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡ്രൈ ആയിരിക്കണം ലിപ്സ്, അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം. ഓക്കെ, പ്രൊഡക്റ്റ് ബിൽഡപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സിന്റെ പുറമെ കൊണ്ടുപോയിട്ടൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യരുത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നൈറ്റ് സ്കിൻ കെയറിലാണ് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഡേ ഓർ നൈറ്റ്, ദാറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് അപ്ലൈ ആക്കാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയുമ്പം ഏകദേശം ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ട്സ് അപ്രോക്സിമേറ്റ്ലി യു ആർ തിങ്കിങ് ഗൈസ് അബൌട്ട് 500 or 600 അങ്ങനെയൊക്കെയല്ല നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്റ്റ് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 127 ഓൺലി. 127 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സംടൈംസ് ഓഫർ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസിലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അതായത് 50% ഓഫ് വരുമ്പം ഞാൻ മേടിച്ചതിനേക്കാളും കുറവിൽ കിട്ടും. ആൻഡ് 70% ഓഫ് ആണെന്നുണ്ടെങ്കിൽ അതിലും കുറവിൽ കിട്ടും. ഓഫർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 200, ആ ഒരു ക്ലോസസ്റ്റ് ടു 200 വരും പ്രൈസ് പറയുന്നത്. അങ്ങനെ ഒക്കെയാണ്. ഓക്കെ, എന്തായാലും 500 or 600 നിങ്ങൾ വിചാരിച്ച പോലെ അത്ര വലിയ കോസ്റ്റിലുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഇറ്റ്സ് അഫോർഡബിൾ. വി ക്യാൻ റീച്ച് ഔട്ട് അറ്റ് എനി ടൈം. അതുപോലെ തന്നെ നല്ലോണം ക്വാണ്ടിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ഇറ്റ്സ് ഓൾമോസ്റ്റ് നമുക്കൊരു 2 months യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി ബാലൻസ് ഉണ്ട്. ഇത്രയും, അതായത് ഇതിൻ്റെ പകുതി 90% പോലും കാലിയായി. 90 അല്ല, ഒരു 10% പോലും ഇനി ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയും ബാലൻസ് ഉണ്ട്. കാരണം ഇറ്റ്സ് ജസ്റ്റ് ഒരു കുറച്ചെടുത്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാനും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറേ കാലം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുന്നത് വിറ്റമിൻ ഇ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ലിപ്പ് ലൈറ്റൻ ആക്കുന്നത്. പിന്നെ സാലിസിലിക് ആസിഡ് വരുന്നുണ്ട്, ബീസ് വാക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു ടിൻ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ നോർമലി ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുമ്പം നമ്മുടെ ലിപ്പിൽ വരുന്ന പോലത്തെ ഒരു പിങ്കിഷ് ടിൻ്റ്, അതിന് കാരണം ഇതിൽ പെർമിറ്റഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സയന്റിഫിക്കലി പെർമിറ്റഡ് ആയിട്ടുള്ള, അതായത് ലിപ്പ് ലൈറ്റനിങ്ങിന് എഫക്റ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് യൂസ് ചെയ്ത് ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ലിപ്പ് ലൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഒരു ഡാർക്ക് ലിപ്സ്, റെഡ് ലിപ്സ് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ അറിയുമ്പോൾ സയന്റിഫിക്കലി പെർമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് പെർമിറ്റഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ടിൻ്റ് കിട്ടൂലേ, അതുപോലത്തെ ടിൻ്റ്, ആ ഒരു സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് പെർമിറ്റഡ് ആയിട്ടുള്ള കളറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ലിപ്പ് ലൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, ഗ്ലിസറിൻ വരുന്നുണ്ട് ചെറിയൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ വൈറ്റമിൻ ഇ. ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പുറത്ത് സേഫ്റ്റി വാർണിംഗ് പോലെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ. അതായത് ജസ്റ്റ് പുറമെ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്നർ കോർണേഴ്സിലോ അല്ലെങ്കിൽ ലിപ്പിൻ്റെ ഇൻസൈഡിൽ വരുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഔട്ടർ സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഐസ്. അതെല്ലാ പ്രൊഡക്റ്റിനും പറയുന്നതാണ് നോർമലി. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് വാഷ് ചെയ്യേണ്ടത് പ്ലെയിൻ വാട്ടർ, നോർമൽ വാട്ടർ ഇല്ലേ അത് വെച്ചുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഐസ് വാട്ടർ, കോൾഡ് വാട്ടർ, വാം വാട്ടർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് തോറോ വിത്ത് നോർമൽ വാട്ടർ, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ലിപ്പ്, ഡാർക്ക് ലിപ്സിന് റെഡ് ലിപ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറമെ ഇവർ കുറച്ച് ഇതിൻ്റെ ബെനഫിറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതായത് ഇവരെന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ആക്ച്വലി ഇതിൻ്റെ പുറമെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ബെനഫിറ്റ്സിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ലെസൻസ് മെലാനിൻ കണ്ടന്റ് ഓഫ് ദ സ്കിൻ. അങ്ങനെയാണ് ഗൈസ്, അതാണ് അതിൻ്റെ ടെക്നിക്ക് പറയുന്നത്. നമ്മുടെ ലിപ്പിൽ വരുന്ന മെലാനിൻ ഡിക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. മെലാനിൻ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ലിപ്പ് ലൈറ്റൻ ആക്കുന്നത്. ഓക്കെ,
പിന്നെ മെയിനായിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സിൽ വരുന്നത് നമ്മുടെ ലിപ്പിൽ വരുന്ന ഈ ലൈൻസ് കണ്ടോ, ഇത് നമുക്ക് ഏജ് ആകുമ്പോൾ ഈ ലൈൻസ് കൂടും കേട്ടോ, ഫൈൻ ലൈൻസ് കൂടും, നമ്മുടെ ലിപ്പിൽ വരുന്ന ചുളിവുകൾ കൂടും, മെലാസ്മ, ഡാർക്ക് സ്പോട്ട്സ്, ഏജിങ് സ്പോട്ട്സുകളൊക്കെ വരും. ആസ് യൂഷ്വൽ നമ്മുടെ ഫേസിൽ വരുന്ന പോലെ തന്നെ ഫേസിൽ ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റിങ്കിൾസ് വരും, ഏജ് സ്പോട്ട്സ് വരും, ഡാർക്ക് സ്പോട്ട്സ് വരും, മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് വരും. ഇതെല്ലാം നമ്മുടെ ലിപ്പിനും എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആസ് യൂഷ്വൽ. അതിൻ്റെ കൂടെ തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും, അതുവഴി ലിപ്പൊന്ന് ലൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പറഞ്ഞ കാര്യം ഇതിൻ്റെ പ്രീകോഷൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കാര്യം, അതായത് ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടിൽ വേരിയേഷൻ വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓഫ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലിപ്പ് ഡാർക്കൻ ആയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫാസ്റ്റസ്റ്റ് റിസൾട്ട് ഉണ്ടാകും. അതായത് നിങ്ങളുടെ ലിപ്പ് ഓൾറെഡി അത്ര ഡാർക്കൻ അല്ല, പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് കാരണം ലിപ്പ് ഡാർക്കൻ ആയി പോയതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വിത്തിൻ 1 ഡേക്കകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിപ്പ് ഓൾറെഡി ജനറ്റിക്കലി ഡാർക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു 3 to 4 days, കുറച്ച് ലാഗ് വരും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലിപ്പിൻ്റെ ചേഞ്ച്, അതായത് ലിപ്പ് ഇത് യൂസ് ചെയ്യുന്നത് വഴി ലിപ്പിൽ ഈ ഒരു ലൈറ്റൻ ആക്കിയിട്ട്, അതായത് മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഒരു കളർ ചേഞ്ച് വരും. അതായത് നമ്മുടെ നോർമൽ ഡാർക്ക് ലിപ്സിന് കുറച്ചുകൂടെ ലൈറ്റൻ ആയിട്ടുള്ള ലിപ്പ് വരും. അത് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വാരിയൻസ് ഉണ്ടാവും. അതായത് ഇപ്പം എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഒരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെയും സ്കിൻ ടോൺ അനുസരിച്ചിട്ട് മേ വേരി ദ കളർ ഓഫ് യുവർ ലിപ്പ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഒരു പിങ്കിഷ് കളർ അല്ല വരിക. അതായത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമ്പം എങ്ങനെയാണോ നമ്മുടെ ലിപ്പ് ലൈറ്റൻ ആവേണ്ടത് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടാണ് ലിപ്പിൻ്റെ കളറിൽ വാരിയേഷൻ വരുന്നത്. അത് ഇതിൽ ഒരു പ്രീകോഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിപ്പ് ഒത്തിരി ഡാർക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പോഴും ഞാൻ ഒരു ഷോർട്സിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ മുന്നേ ഒരു ലിപ് ബാം യൂസ് ചെയ്ത കാര്യം. ആ ലിപ് ബാം യൂസ് ചെയ്തിട്ട്, ലിപ് ബാം നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ടു അവോയ്ഡ് ഡ്രൈ ലിപ്സ്, അതിനും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ലിപ് ബാം യൂസ് ചെയ്തിട്ട് എൻ്റെ ലിപ്പ് ഭയങ്കര ഒരു ഡാർക്കൻ ആയിപ്പോയി. അപ്പോൾ ഇപ്പോഴും ഇറങ്ങുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്ന ലിപ് ബാംസ് പറയുമ്പോൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ലിപ്പ് ഭയങ്കര ഡാർക്കനാക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്താ ലിപ് ബാംസ് യൂസ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ലിപ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് നിങ്ങൾ ഈ ഒരു ക്രീം ട്രീറ്റ്മെന്റ് പോലെ സ്റ്റാർട്ട് ചെയ്താലും മതി. അതായത് നിങ്ങളുടെ ലിപ്പിൽ ഇപ്പോഴുള്ള ആ ഒരു ഡാർക്ക്നെസ് മാറ്റാൻ ഈ പ്രൊഡക്റ്റ് ദാറ്റ് ഇസ് ഇനഫ് ഗൈസ്. വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയുക, ആ ഒരു കുറച്ച് നേരത്തേക്ക് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് ഈ ഒരു സൺടാൻ ഒക്കെ കാരണം നല്ല രീതിക്ക് ഡാർക്കൻ ആവും. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്ത് നോക്കുന്നതിനേക്കാളും നല്ലത് സയന്റിഫിക്കലി നമ്മളൊരു ടിപ്പ്, ഒരു ഹാക്ക് ചെയ്യാന്നുള്ളതായിരിക്കും. ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ അവർ ലിപ്സ്. കാരണം എന്നും ഇങ്ങനെ ഹോം റെമഡീസ് ട്രൈ ചെയ്ത് ഒരു വഴിക്കാവും. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡാർക്ക് ലിപ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ റിസൾട്ട് അവിടെ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് കാരണം ചേഞ്ച് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, പെർമനന്റ് ആയിരിക്കും. അത് ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോവുക അല്ലെങ്കിൽ സ്റ്റെയിൻ പോവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡിപ്പെൻസ് ഓൺ അവർ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ടിരിക്കും. അതായത് കഫൈൻ്റെ സ്റ്റെയിൻ ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഒരു കറ വീണിട്ടോ അങ്ങനെ ഡാർക്ക് ലിപ്സ് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. സോ ആൻഡ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഈ ഒരു ക്രീമിന് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. സോ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പിന്നീട് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ മീഷോന്നാണ് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് കോഡായിരിക്കും ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമൻറ്റിലും കൊടുക്കുന്നത്, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നമുക്ക് ഗൈസ് മേടിക്കാൻ പറ്റുന്ന പ്രൈസിലാണ് കേട്ടോ അവർ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയേക്കുന്നത്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രൈസ് കുറവാണല്ലോ, അപ്പം അതുകൊണ്ടും കൂടി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടും കൂടിയാണ് നമ്മുടെ റിവ്യൂ ഇത്ര ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമൻറ്റിലും കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക, മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. കുഞ്ഞു പിള്ളേർക്കൊന്നും കൊടുക്കരുത് ഗൈസ്. ഓൺലി ഫോർ 8 age എന്നല്ല, ഏജ് 18 above. ഓക്കെ, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രം ഇത് യൂസ് ചെയ്യുക. ബോത്ത് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, രണ്ട് കൂട്ടർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ്. ഡസൻറ്റ് മാറ്റർ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണോ, ഓയിൽ സ്കിൻ ആണോ, സെൻസിറ്റീവ് ആണോ, ഡസൻറ്റ് മാറ്റർ. ഓക്കെ, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ലിപ്സിൽ യൂസ് ചെയ്യുക. അതായത് ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് അതിന്റെ പുറമെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ ഡേർട്ടി ലിപ്സിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. നല്ല രീതിക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ അപ്ലൈ. ഓക്കെ. ആൻഡ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ ഓർ ഡേ സ്കിൻ കെയർ, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് യൂസേജ് നിർത്തിയെന്ന് വെച്ചിട്ട് പഴയതിനേക്കാളും ഡാർക്കൻ ആവുക, ആ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ അതായത് യൂസേജ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ്, എത്രത്തോളം നിങ്ങളുടെ ലിപ്പ് ലൈറ്റൻ ആയോ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും. ഓക്കെ. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സയന്റിഫിക്കലി പെർമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ലൈക്ക് സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ, പെർമിറ്റഡ് ആയിട്ടുള്ള കളർ, പെർമിറ്റഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് സയന്റിഫിക്കലി നമ്മുടെ ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷൻ കുറക്കാനും മെലാനിൻ ഡിക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ സൺ ടാൻ ഡിക്രീസ് ചെയ്യാനും എന്താ പറയുക റിങ്കിൾസ് കുറക്കാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് പറയുന്നത് ഇറ്റ്സ് പെർമനന്റ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് റിവ്യൂ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ ഗൈസ്, എനിക്ക് ഇത്രയും കാലം യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇതിന്റെ പോസിറ്റീവ് റിവ്യൂ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമന്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഐ വിൽ റിപ്ലൈ. ഓക്കെ ഗൈസ്, അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോയിലൂടെ കാണാം. പ്രൊഡക്ഷൻ ലിങ്ക് എന്തായാലും ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, ബൈ.